ഹലോ എവ്രിവൺ, ഞാൻ ഇഷ്കേസ്. ഞാൻ അമൃത യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ PhD സ്കോളറാണ്. ഞാൻ ഇന്ന് എലൈസ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആണ് എടുക്കുന്നത്. സോ by the end of this video, you will be able to understand certain things. First one, principle behind ELISA. Then we will be able to differentiate between different types of ELISA. പല ടൈപ്പ് എലൈസ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എലൈസയുടെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ്ലി വാട്ട് ഈസ് എലൈസ? എലൈസ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ഇറ്റ് ഈസ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. അപ്പൊ നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടൊരു വേർഡ് ഉണ്ട്, ഇമ്മ്യൂണോ സോർബന്റ്. അപ്പോ സോർബന്റ് മീൻസ് ഒരു അബ്സോർബിങ് സർഫസ് എന്ന് പറയും. അപ്പൊ നോർമലി എലൈസ ചെയ്യുന്നത് ഒരു 96 well പ്ലേറ്റിലാണ്. ഇതാണ് 96 well പ്ലേറ്റ്. അപ്പൊ അതിന്റെ സർഫസിനെയാണ് നമ്മൾ ഈ സോർബന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇമ്മ്യൂണോ എന്നുള്ള വാക്ക് വന്നതുകൊണ്ട് നമുക്കറിയാം ഇറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ഇമ്മ്യൂണോളജി. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഇമ്മ്യൂണോളജിയിൽ വരുന്നത് ആന്റിജനും ആന്റിബോഡിയാണ്. അപ്പോ ഇവിടെ നമ്മൾ സ്പെസിഫിക് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ വെച്ചിട്ട് ആന്റിജനെയോ ആന്റിബോഡിയോ ഡിറ്റക്ട് ചെയ്യുകയാണ്. ആൻഡ് നമ്മൾ അത് ഡിറ്റക്ട് ചെയ്യുന്നത് എൻസൈമിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ഓക്കെ, എൻസൈം ലിങ്ക് ഇമ്മ്യൂണോ സോർബന്റ് അസേ. അപ്പൊ ഇതൊരു പ്ലേറ്റ് ബേസ്ഡ് അസേ ടെക്നിക് ആണ്. അപ്പൊ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ 96 well പ്ലേറ്റ് ഞാൻ കാണിച്ചു തന്നു. അപ്പൊ ഇതുവഴി നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് മെയിൻലി പ്രോട്ടീൻ ആണ്. നമുക്കറിയാം ആന്റിജൻ ആന്റിബോഡി. ആന്റിജൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ അല്ലെ. അപ്പൊ നമുക്ക് ഒരു ഹോൾ പ്രോട്ടീൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രോട്ടീനിന്റെ സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആയിട്ടുള്ള പെപ്റ്റൈഡ്സ് ഡിറ്റക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആന്റിബോഡീസ്, അല്ലെങ്കിൽ നമുക്ക് ഹോർമോൺസ് നമുക്ക് ഈ എലൈസ യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാം. ആൻഡ് പറഞ്ഞതുപോലെ തന്നെ സ്പെസിഫിക് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആണ് ഇതിന്റെ മെയിൻ ബാക്ക് ബോൺ, അല്ലെങ്കിൽ മെയിൻ ഇതിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. ആൻഡ് എൻസൈം യൂസ് ചെയ്തിട്ടാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ പ്രിൻസിപ്പിൾ നോക്കുമ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മുടെ സ്പെസിഫിസിറ്റി ബൈൻഡിങ് ആണ്. സ്പെസിഫിക് ബൈൻഡിങ് ബിറ്റ്വീൻ ആന്റിജൻ ആൻഡ് ആന്റിബോഡി. അപ്പൊ സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെർട്ടിക്കുലർ ആന്റിജന് അതിന്റെ കറസ്പോണ്ടിങ് ആന്റിബോഡി മാത്രമേ അതിൽ വന്ന് ബൈൻഡ് ചെയ്യുള്ളൂ, വിച്ച് ഇസ് ഹൈലി സ്പെസിഫിക് ലൈക്ക് എ ലോക്ക് ആൻഡ് കീ. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എലൈസ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈവൻ ദോ നമ്മുടെ ഈ ആന്റിബോഡി അറ്റാച്ച് ചെയ്താലും അത് ഡിറ്റക്ട് ചെയ്യണം അല്ലെ. നമുക്ക് ആന്റിജനിൽ ചെന്ന് ആന്റിബോഡി അറ്റാച്ച് ചെയ്തു അല്ലെങ്കിൽ വൈസ് വേഴ്സ നടന്നു എന്നറിയാൻ വേണ്ടിയിട്ട് വി ഷുഡ് ബി ഹാവിങ് സംതിങ് ടു ഐഡന്റിഫൈ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ആന്റിബോഡി എൻസൈം ലിങ്ക്ഡ് ആയിരിക്കും. ഓക്കെ, ആന്റിബോഡി ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു എൻസൈം ഉണ്ടായിരിക്കും. ആൻഡ് നമുക്കറിയാം ഒരു എൻസൈമിന് അതിന്റെ പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആ ബൈൻഡിങ് നടന്നു ഇല്ലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഫസ്റ്റ്ലി ഒക്കെ യൂസ് ചെയ്തത് കളറിമെട്രിക്. നമുക്ക് കളർ കൊണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ബ്ലൂ കളർ കാണാൻ പറ്റും, അതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതില് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ചില സ്ഥലങ്ങളിൽ നല്ല ഡാർക്ക്, ചില സ്ഥലങ്ങളിൽ ലൈറ്റ് ബ്ലൂ കാണാൻ പറ്റും. അപ്പൊ ആ ബ്ലൂ ഷെയ്ഡ് എന്താ, അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞു കൂടിയും വരും, മാറി വരുന്ന നമുക്ക് കാണാം. അപ്പം ഇന്റൻസിറ്റി കൂടുതലായാല് നോർമലി എലനീസയില് അനലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്രോട്ടീൻ ആണോ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് അതിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് ഈ കളർ ഇന്റൻസിറ്റി വരുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഈ അനലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും, കളർ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ആൻഡ് നമ്മൾ ഇത് റീഡ് ചെയ്യുന്നത് ഒരു സ്പെക്ട്രോഫോട്ടോമീറ്റർ വെച്ചിട്ടാണ്. ഇപ്പൊ പ്ലേറ്റ് റീഡർ എന്ന് പറഞ്ഞിട്ടുള്ള എക്യുപ്മെന്റിൽ കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ എത്രത്തോളം ഇവിടെ റീഡിംഗ് ഉണ്ടെന്ന് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ എലൈസിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈംസ് മെയിൻ ആയിട്ട് രണ്ട് എൻസൈംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് HRP അല്ലെങ്കിൽ ഹോൾസ് റാഡിസ് പെറോക്സിഡേസും, രണ്ട് ALAP അല്ലെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസും. അപ്പൊ HRP ഏതൊരു എൻസൈമിനാണെങ്കിലും അതിന്റെ ഒരു സബ്സ്ട്രേറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ എൻസൈം സബ്സ്ട്രേറ്റ് റിയാക്ഷൻ നടക്കുമ്പോഴായിരിക്കും നമുക്ക് ഒന്നുകിൽ കളറോ അല്ലെങ്കിൽ ഫ്ലൂറസെൻസോ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ HRP ഒക്കെ കളർ ഗിവിംഗ് ആണ്. അപ്പൊ HRPയുടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് TMB ആണ്. TMB, ടെട്രാ മീഥിൽ ബെൻസഡിൻ. അപ്പൊ ഇതിന്റെ കളറാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ബ്ലൂ കളർ വരുന്നത്. ഓക്കെ, ബ്ലൂ കളർ വരും. പക്ഷേ നമ്മുടെ ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തിട്ട് നമുക്ക് ആ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ സ്റ്റോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ സ്റ്റോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊരു യെല്ലോ കളറിലോട്ട് മാറും.
അപ്പൊ ഇത് ഫാസ്റ്റ് ആണ്, കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ് ഈ എൻസൈം ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആണ്. ദെൻ അടുത്തതാണ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്. അതിന്റെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് PNPP അല്ലെങ്കിൽ പാരാ നൈട്രോഫീനൽ ഫോസ്ഫേറ്റ് ആണ്. ഇതിന്റെ യെല്ലോ കളറാണ് വരുന്നത്. 405 നാനോമീറ്ററിലാണ് സ്പെക്കിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു യെല്ലോ കളറാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നത് കളർ വെച്ചിട്ട് മാത്രമല്ല, നമുക്ക് ആക്ച്വലി 3 രീതിക്ക് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കളർ വെച്ചിട്ടാണെങ്കിൽ വിച്ച് ഇസ് കളറിമെട്രിക് അസേ, നമ്മൾ UV സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് നമുക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റും. ദെൻ കെമിലൂമിനസൻസ്, നമുക്ക് വെസ്റ്റേൺ ബ്ലോട്ടിങ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കെമിലൂമിനസൻസ് എന്താണെന്ന് അറിയായിരിക്കും അല്ലെ. കെമിക്കലിന്റെ പ്രസൻസിൽ ലൂമിനിസൻസ് ഉണ്ടാകും. അപ്പോ അതിന്റെ വഴിയും നമുക്ക് കെമിലൂമിനസൻസ് വഴിയും നമുക്ക് എലൈസ മെഷർ ചെയ്യാം. ദെൻ ഫൈനൽ ടൈപ്പ് ഇസ് ഫ്ലൂറിമെട്രിക് അല്ലെങ്കിൽ ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ ഫ്ലൂറോഫോർ എന്ന് വെച്ചാൽ എന്താ, ഫ്ലൂറസെൻസ് എമിറ്റിംഗ് ഡൈ ആണ്. ഫ്ലൂറസെൻസ് എമിറ്റിംഗ് ഡൈ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ബൈൻഡിങ് നടന്നു നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഫ്ലൂറോഫോൾസിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. FITC, അലക്സ, ഫ്ലോർ എന്നൊക്കെ പറയുന്നത് അതിന്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് ടൈപ്സ് ഓഫ് എലൈസ. എലൈസ നമുക്ക് മെയിൻ ആയിട്ട് 4 ടൈപ്പ് ആണ് ഉള്ളത്. ഡയറക്റ്റ് എലൈസ, ഇൻഡയറക്റ്റ് എലൈസ, സാൻഡ്വിച്ച് എലൈസ ആൻഡ് കോമ്പറ്റേറ്റീവ് എലൈസ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ആണ് ഡയറക്റ്റ് എലൈസ എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് എലൈസയിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സബ്സ്ട്രേറ്റില് നമ്മുടെ ആ 96 വെൽ പ്ലേറ്റിന്റെ ആ വെല്ലിന്റെ അകത്തുള്ള സർഫസ് ആണ് ഈ ഒരു ഇങ്ങനെ ഒരു ലൈനിൽ കാണിച്ചിട്ടുള്ളത്. അതില് നമ്മുടെ ആന്റിജൻ അറ്റാച്ച് ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു വർക്ക് ഫ്ലോ പറഞ്ഞാല് നമ്മുടെ ഈ 96 വെൽ പ്ലേറ്റ് എടുത്തിട്ട് നമ്മുടെ അപ്പൊ ആന്റിജൻ ആൻഡ് ആന്റിബോഡി നമ്മുടെ സിറത്തിലായിരിക്കും ഉള്ളത്. ഓക്കെ, നമുക്കിപ്പോ ഒരു പെർട്ടിക്കുലർ ആന്റിജൻ, ഇപ്പോ ആന്റിജൻ നമ്മുടെ ബോഡിക്ക് പുറത്തുണ്ട്, നമ്മുടെ ബോഡിയിലുള്ള ആന്റിജൻ ആണെങ്കിൽ നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആന്റിജനെ ആന്റിബോഡിയെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ വെല്ലില് ആന്റിജൻ കോട്ട് ചെയ്യണം. അപ്പോൾ കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യുന്നത് ബ്ലഡിന്റെ സിറം എടുത്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത് വെക്കും. ദെൻ നോൺ സ്പെസിഫിക് ബൈൻഡിങ് വരാതിരിക്കാൻ ഇന്ററാക്ട് ചെയ്യാത്ത പ്രോട്ടീൻ ആയിട്ടുള്ള BSA പോലുള്ള പ്രോട്ടീൻസ് വെച്ചിട്ട് നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യും സർഫസ്. ദെൻ നമ്മൾ ആന്റിബോഡീസ് ആഡ് ചെയ്യും. ദെൻ എൻസൈം ലിങ്ക്ഡ് ആയിട്ടുള്ള ആന്റിബോഡി ആയിരിക്കും. പിന്നെ അതിന്റെ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് കളറോ ഫ്ലൂറസൻസോ എന്താണെന്ന് വരും, അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യും. ഇതാണ് അതിന്റെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് എലൈസ ഇസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് എലൈസ. അപ്പൊ അതിൽ നമ്മുടെ ആന്റിജൻ നമ്മുടെ സർഫസിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. ദെൻ നമുക്ക് ഒറ്റ ടൈപ്പ് ആന്റിബോഡി ഉള്ളൂ, പ്രൈമറി ആന്റിബോഡി. നമ്മുടെ ആന്റിജനുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്ന ആന്റിബോഡിനെ നമ്മൾ പ്രൈമറി ആന്റിബോഡി എന്നും, ഈ പ്രൈമറി ആന്റിബോഡിയിൽ ഇന്റേൺ വന്നിട്ട് മറ്റൊരു ആന്റിബോഡിക്ക് വന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൈമറി ആന്റിബോഡിയുടെ FC റീജിയനിൽ വന്ന് അടുത്ത ആന്റിബോഡിക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ആ സെക്കൻഡ് ആന്റിബോഡിനെ നമ്മൾ സെക്കൻഡറി ആന്റിബോഡി എന്ന് പറയും. അപ്പൊ ഈ പ്രൈമറി അല്ലെങ്കിൽ ഡയറക്റ്റ് എലൈസയുടെ കേസിൽ എൻസൈം ലിങ്ക്ഡ് ആയിട്ട് വരുന്നത് നമ്മുടെ പ്രൈമറി ആന്റിബോഡിയിലാണ്. ഓക്കെ, ഒറ്റ പ്രൈമറി ആന്റിബോഡി ഉള്ളൂ, അത് എൻസൈം ലിങ്ക്ഡ് ആണ്. അപ്പൊ ഈ എൻസൈമിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് എലൈസയിൽ നമുക്ക് സിഗ്നൽ കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് ഇൻഡയറക്റ്റ് എലൈസ. ഇൻഡയറക്റ്റ് എലൈസ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൈമറി ആന്റിബോഡി ഉണ്ട്, ഒരു സെക്കൻഡറി ആന്റിബോഡി ഉണ്ട്. അപ്പോ ഈ പ്രൈമറി ആന്റിബോഡി കോൺജുഗേറ്റഡ് അല്ല, ഡയറക്റ്റ് പോലെ പ്രൈമറി ആന്റിബോഡി കോൺജുഗേറ്റഡ് അല്ല. ഇവിടെ ഇൻഡയറക്റ്റില് സെക്കൻഡറി ആന്റിബോഡിയാണ് എൻസൈം കോൺജുഗേറ്റഡ് ആയിട്ട് വരുന്നത്. ഇപ്പൊ പ്രൈമറി ആന്റിബോഡിയിൽ സെക്കൻഡറി ആന്റിബോഡി വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഈ സെക്കൻഡറി ആന്റിബോഡിയിൽ എൻസൈം ലിങ്ക്ഡ് ആണ്. ഈ എൻസൈമിൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് സിഗ്നൽ കിട്ടും. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് നമ്മൾ സെക്കൻഡറി ആന്റിബോഡി ആഡ് ചെയ്യുന്നത്? സ്പെസിഫിസിറ്റി കൂട്ടാനും സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാനും. ഓക്കെ, ഇപ്പൊ ഒരു പ്രൈമറി ആന്റിബോഡി മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ സിഗ്നൽ കുറച്ച് വീക്ക് ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി ആന്റിബോഡി യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് സാൻഡ്വിച്ച് എലൈസ. അപ്പൊ നമുക്കറിയാം സാൻഡ്വിച്ച് എന്ന് പറയുന്ന പല ലെയർ ഉണ്ട്. അതുപോലെ തന്നെ സാൻഡ്വിച്ച് എലൈസയില് നമുക്ക് അതിന്റെ ബേസിൽ ഒരു ക്യാപ്ചർ ആന്റിബോഡി ഉണ്ടാവും. ഓക്കെ, ക്യാപ്ചർ ആന്റിബോഡി ഉണ്ടാവും. ഈ ക്യാപ്ചർ ആന്റിബോഡിയിൽ വന്നിട്ട് നമ്മുടെ ആന്റിജൻ ബൈൻഡ് ചെയ്യും. ദെൻ പ്രൈമറി സെക്കൻഡറി ആന്റിബോഡി ഇതിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ പല ലെയർ ആയിട്ട് വരുന്ന, അപ്പൊ ഈ സെക്കൻഡറി ആന്റിബോഡിയാണ് കോൺജുഗേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ക്യാപ്ചർ ആന്റിബോഡിയാണ്. ഓക്കെ, അടുത്തതാണ് കോമ്പറ്റേറ്റീവ് എലൈസ.
കോമ്പറ്റേറ്റീവ് എലൈസ കൂടുതലായിട്ടും നമ്മുടെ ആന്റിജന്റെ ക്വാണ്ടിറ്റേഷന് വേണ്ടിയിട്ടാണ് ഈ കോമ്പറ്റേറ്റീവ് എലൈസ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കോമ്പറ്റേറ്റീവ് എലൈസ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമൽ ആന്റിജൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ടാഗ്ഡ് ആയിട്ടുള്ള ആന്റിജനും ഉണ്ടാവും. ഓക്കെ, രണ്ടും ഇവർ തമ്മിൽ കോമ്പീറ്റ് ചെയ്യും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയാലോ, നമുക്കറിയാം ആന്റിജൻസ് എന്നിട്ട് സ്പെസിഫിക് ആയിട്ട് ആന്റിബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യും. ആൻഡ് ഈ രണ്ട് ആന്റിജന്റെ സ്ട്രക്ചർ സെയിം ആയിരിക്കും. ഈ രണ്ട് ആന്റിജന്റെ സ്ട്രക്ചർ സെയിം ആയതുകൊണ്ട് തന്നെ ഇവരുടെ ക്വാണ്ടിറ്റി ഏതിനാണോ കൂടുതലുള്ളത് അവർ ചെന്നിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ആന്റിബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ സാമ്പിളില് ആന്റിജൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്ന ആന്റിജന്റെ എമൗണ്ട് കൂടുതലാണോ കുറവാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അതിന് ഒന്നുകില് കോമ്പറ്റേറ്റീവ് എലൈസയില് ആന്റിജൻ ആയിരിക്കും കോട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഓൾറെഡി ആന്റിബോഡി കോട്ടഡ് ആയിട്ടുള്ള വെൽസ് ഉണ്ടാവും. അതിൽ നമ്മൾ പിന്നെ സെക്കൻഡറി പ്രൈമറി ഓൾറെഡി കോട്ടഡ് ആന്റിബോഡി ഉണ്ട്, ദെൻ നമ്മൾ നെക്സ്റ്റ് കോൺജുഗേറ്റഡ് ആന്റിബോഡി വരും. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യാറുണ്ട്. അപ്പൊ കോമ്പറ്റേറ്റീവ് എലൈസയില് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു ഇൻഹിബിറ്റർ ആന്റിജൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് ആന്റിജൻ ഉണ്ട്, ദെൻ നമ്മുടെ ടാർഗറ്റ് ആന്റിജൻ ഉണ്ട്. അപ്പൊ ടാർഗറ്റ് ആന്റിജന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ ഇൻഹിബിറ്റർ ആന്റിജന്റെ അറ്റാച്ച്മെന്റ് കുറയും. ഓക്കെ, അവർ തമ്മിൽ കോമ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചാണ് അവർ സിഗ്നല് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ ലിങ്ക്ഡ് ആയിട്ട് വരുന്നത് ഇൻഹിബിറ്റഡ് ആന്റിജൻ ആണ്. അപ്പൊ ഇൻഹിബിറ്റർ ആന്റിജന്റെ എമൗണ്ട് കൂടുകയാണെങ്കിൽ സിഗ്നല് കൂടും. അപ്പൊ സിഗ്നല് കൂടുകയാണെങ്കിൽ എന്താ, ഇൻഹിബിറ്റർ ആന്റിജൻ കൂടുതലാണ്, അപ്പൊ നമ്മുടെ ടാർഗറ്റ് ആന്റിജൻ കുറവാണ്. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്യുന്ന ആന്റിജൻ കുറവാകുമ്പോഴാണ് നമ്മുടെ സിഗ്നൽ ഇവിടെ കൂടുന്നത്. അതിവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നു. അടുത്തത് എലൈസയുടെ ആപ്ലിക്കേഷൻ. എലൈസ നമ്മൾ ഡിസീസ് ഡയഗ്നോസിസിന് യൂസ് ചെയ്യും, ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. HIV-ന്റെ സ്ക്രീനിങ്ങിന് യൂസ് ചെയ്യും, COVID-19 സ്ക്രീനിങ്ങിന് യൂസ് ചെയ്യും, ഡെങ്കി ഇൻഫെക്ഷന്റെ സ്ക്രീനിങ്ങിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അനലിറ്റിക്കൽ മെത്തേഡ് ആണ്, അല്ലെങ്കിൽ അസയാണ് എലൈസ എന്ന് പറയുന്നത്. ദെൻ ഹോർമോൺ ലെവൽ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഇൻസുലിന്റെ HCG-യുടെ ഒക്കെ ഡിറ്റക്ഷൻ നമ്മൾ എലൈസ വഴി ചെയ്യാറുണ്ട്. ദെൻ അലർജി ഡിറ്റക്ഷൻ, എന്തെങ്കിലും ഫുഡിലുള്ള പ്രോട്ടീനോ ഒക്കെ നമുക്ക് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എലൈസ വെച്ചിട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റും. ദെൻ റിസർച്ചിന്റെ കേസിൽ സൈറ്റോകൈൻ പ്രൊഫൈലിംഗ്, ഇപ്പൊ ഇമ്മ്യൂണോളജിക്കൽ സ്റ്റഡീസ്, ക്ലിനിക്കൽ റിസർച്ച് ഒക്കെ വരുമ്പോൾ നമുക്ക് സൈറ്റോകൈൻ പ്രൊഫൈലിംഗ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈറ്റോകൈൻസ് ഉണ്ട്, TNF ഉണ്ട്, IL-6, ILന്റെ ഇന്റർന്യൂക്ലിയൻസ് പല ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ പ്രൊഫൈലിംഗ് ഏതൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എലൈസ ചെയ്യാറുണ്ട്. ദെൻ ആന്റിബോഡിയുടെ ടൈട്രേഷൻ, ആന്റിബോഡി എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, എലൈസ ചെയ്യാറുണ്ട്. ദെൻ എൻവയോൺമെന്റലി പെസ്റ്റിസൈഡ് പൊല്യൂഷൻ ഉണ്ടോ, ടോക്സിൻ കലർന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എലൈസ നോർമലി യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പൊ CSIR ജൂൺ 2015 ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഇസ് ട്രൂ അബൌട്ട് സാൻഡ്വിച്ച് എലൈസ. സാൻഡ്വിച്ച് എലൈസ ഈ പടം ഓർത്തോ, ഇതിൽ എന്താണ് ട്രൂ? only one antibody is used ആണോ? അല്ല, നമ്മൾ മൾട്ടിപ്പിൾ ആന്റിബോഡി യൂസ് ചെയ്യുന്നുണ്ട്. ആന്റിജൻ is first labeled with enzyme അല്ലല്ലോ. then enzyme linked antibody binds directly to antigen അല്ലല്ലോ. കാരണം അവിടെ നമുക്ക് എന്തുണ്ട്, ഒരു വേറൊരു ആന്റിബോഡി ഉണ്ട്. ഡയറക്റ്റ് ആയിട്ടല്ല എൻസൈം ലിങ്ക്ഡ് ആന്റിബോഡി, ഡയറക്റ്റ് ആയിട്ടല്ല നമ്മുടെ എൻസൈം ലിങ്ക്ഡ് ആയിട്ടുള്ള ആന്റിബോഡി നമ്മുടെ ആന്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ദെൻ എന്താ പറയുന്നത്, ക്യാപ്ചർ ആൻഡ് ഡിറ്റക്ഷൻ ആന്റിബോഡീസ് റെക്കഗ്നൈസ് ഡിഫറെന്റ് എപ്പിടോപ്സ്. അപ്പോ നമുക്ക് രണ്ട് ടൈപ്പ് ആന്റിബോഡീസ് ഉണ്ട്. ക്യാപ്ചർ ആന്റിബോഡി ഉണ്ട്, അതെവിടെ ഇരിക്കുന്നത്, ഇവിടെ നമ്മുടെ സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട്. ദെൻ നമ്മുടെ ഡിറ്റക്ഷൻ ആന്റിബോഡീസും ഉണ്ട്, രണ്ടും അറ്റാച്ച് ചെയ്യുന്നത് രണ്ട് പാർട്ട് ഓഫ് ആന്റിജനാണ്. യു ക്യാൻ സീ ക്ലിയർലി രണ്ട് പാർട്ട് ഓഫ് ആന്റിജന്റെ രണ്ട് പാർട്ടിലാണ് അവർ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോ ഡിഫറെന്റ് എപ്പിടോപ്പിലാണ് അവർ അറ്റാച്ച് ചെയ്യുന്നത്. ക്യാപ്ചർ ആൻഡ് ഡിറ്റക്ഷൻ ആന്റിബോഡീസ് റെക്കഗ്നൈസ് ഡിഫറെന്റ് എപ്പിടോപ്സ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പോ കറക്റ്റ് ആൻസർ ഇസ് ഡി. In sandwich ELISA, two antibodies are used. The capture antibody binds the antigen and the detection antibody binds a different non-overlapping epitope for signal detection. അടുത്തത് CSIR നെറ്റ് ഡിസംബർ 2013 ഒരു ക്വസ്റ്റ്യൻ ആണ്.
ടു ഇൻക്രീസ് സ്പെസിഫിസിറ്റി ഓഫ് ആൻ എലൈസ ഡിറ്റക്ടിങ് സൈറ്റോകൈൻ. ഒരു എലൈസ ഡിറ്റക്ടിങ് സൈറ്റോകൈൻ്റെ സ്പെസിഫിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? യൂസ് പോളിക്ലോണൽ ആന്റിബോഡീസ് ഫോർ ബോത്ത് ക്യാപ്ചർ ആൻഡ് ഡിറ്റക്ഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമ്മൾ മോണോക്ലോണൽ എന്താ പോളിക്ലോണൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മോണോക്ലോണൽ നമ്മൾ ലാബിൽ സിന്തസൈസ് ചെയ്യുന്നത് നോർമലി നമ്മുടെ ബോഡിയിലുള്ളത് പോളിക്ലോണൽ ആണ്. അതിന്റെ സ്പെസിഫിസിറ്റി കുറവാണ്. ഓക്കെ, അതിന് മൾട്ടിപ്പിൾ സ്പെസിഫിസിറ്റി ഉണ്ട്, അബിലിറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും മോണോക്ലോണൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്പെസിഫിസിറ്റി കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ 4 ഓപ്ഷനിൽ ആൻസർ ഇസ് ഡി. യൂസ് 2 മോണോക്ലോണൽസ് ഫോർ ഡിഫറെന്റ് എപ്പിറ്റോപ്സ്. നമ്മുടെ ആന്റിജന്റെ പല പോർഷൻ, പല അറ്റാച്ചിങ് പോർഷന് ഡിഫറെന്റ് ആയിട്ടുള്ള മോണോക്ലോണൽസ് യൂസ് ചെയ്യുമ്പോഴാണ് എലൈസയില് സൈറ്റോ സ്പെസിഫിസിറ്റി കൂടുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ: യൂസിംഗ് മോണോക്ലോണൽസ് recognizing different epitopes prevents steric hindrance and ensures both capture and detection antibodies can bind properly. അപ്പൊ ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ രണ്ട് റീജിയനില് നമ്മുടെ ആന്റിജന്റെ 2 റീജിയനിൽ അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ ബൾക്കിയർ ആയിട്ടുള്ള ആന്റിബോഡി സ്ട്രക്ചേഴ്സ് വരുമ്പോൾ അവർ തമ്മിൽ ഒരു 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 ബുദ്ധിമുട്ടുണ്ടാവും, ഒരു ഹിൻഡ്രൻസ് ഉണ്ടാവും. ആ ഹിൻഡ്രൻസ് മാറ്റാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് റീജിയൻസിന് ഡിഫറെന്റ് മോണോക്ലോണൽ ആന്റിബോഡീസ്, 2 മോണോക്ലോണൽ ആന്റിബോഡീസ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ സ്പെസിഫിസിറ്റി തരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ എ കോമ്പറ്റീറ്റീവ് ELISA, as target antigen concentration increases. കോമ്പറ്റീറ്റീവ് ELISAയുടെ കേസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ടാർഗറ്റ് ആന്റിജൻ, നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്ന ആന്റിജന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പം സിഗ്നൽ എന്താവും? വീക്ക് ആവും. കാരണം ഇവരല്ല ടാഗ്ഡ് ആയിട്ടുള്ളത് നമ്മുടെ എന്തായിരിക്കും? നമ്മുടെ ഇൻഹിബിറ്റർ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആന്റിജൻസ് ആണ് ടാഗ്ഡ് ആയിട്ടുള്ളത്. അപ്പോ അവര് കൂടിയാല് നമുക്ക് എന്ത് ചെയ്യും? സിഗ്നൽ കൂടും. പക്ഷെ നമ്മളുടെ ടാർഗറ്റ് ആന്റിജൻ കൂടുമ്പോൾ ബൈൻഡിങ് കൂടും. ആൻഡ് അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യും? സിഗ്നൽ വീക്ക് ആവും അല്ലെങ്കിൽ സിഗ്നൽ കുറയും. അപ്പോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അപ്പോ ഇൻ കോമ്പറ്റീറ്റീവ് ELISA, ടാർഗറ്റ് ആന്റിജൻ കോമ്പീറ്റ്സ് വിത്ത് ലേബിൾഡ് ആന്റിജൻ. ഹയർ ടാർഗറ്റ് ആന്റിജൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? ലേബിൾഡ് ആന്റിജന്റെ എമൗണ്ട് കുറയും. അപ്പോ സിഗ്നൽ എന്താവും? വീക്ക് ആവും. Then CSIR 2014 question: in direct ELISA, what is coated on the microplate? ഡയറക്റ്റ് എലൈസയില് ആലോചിച്ച് നോക്കൂ, മൈക്രോപ്ലേറ്റിൽ എന്തായിരുന്നു കോട്ടഡ് ആയിട്ടുള്ളത്? ആന്റിജൻ ആയിരുന്നു കോട്ടഡ് ആയിട്ടുള്ളത്. ആൻഡ് അതിൽ വന്നിട്ട് ലേബിൾഡ് ആയിട്ടുള്ള പ്രൈമറി ആന്റിബോഡി അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ആന്റിജൻ ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ സമ്മറി എന്താ? ELISA എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണാസേ ആണ്, സെൻസിറ്റീവ് ആൻഡ് ഹൈലി സ്പെസിഫിക് ആണ്. ദെൻ 4 ടൈപ്പ് ഉണ്ട്: ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, സാൻഡ്വിച്ച്, കോമ്പറ്റീറ്റീവ്. ആൻഡ് മെഡിക്കൽ ഡയഗ്നോസിസിലും ബയോളജിക്കൽ റിസർച്ചിലും ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് എന്ത്? ELISA. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.